മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗിക്കുകയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ശശി തരൂർ എംപിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആരോപിക്കുന്നത് മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്നു എന്നാണ്. പക്ഷേ ഈ ആരോപണം അവർ ഉന്നയിക്കുന്നത് ബി.ജെ.പിക്ക് നേരെയല്ല, മറിച്ച് കേരളത്തിലെ CPM-ന് നേരെയാണ് ഉപയോഗിക്കുന്നത്. അവർ ഇതിനായി ഉന്നയിച്ച വിഷയം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ എതിർപ്പാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് CPM-ൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കൺവെൻഷൻ നടന്നിരുന്നു, വലിയൊരു സമ്മേളനം. ഈ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി വളരെ പ്രകോപനപരമായാണ് സംസാരിച്ചത്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും CPM-ഉം. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത് CPM അതിനെ മതപരമായ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു എന്നാണ്. അതായത് CPM-ഉം കോൺഗ്രസും ഒരേ ആവശ്യത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ടു. പക്ഷേ അത് കൂടുതൽ CPM-ന് അനുകൂലമായി വന്ന സമയത്ത് കോൺഗ്രസ് ഇപ്പോൾ ഏതാണ്ടൊരു മുട്ടാപ്പോക്കുമായി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് പൗരത്വ ഭേദഗതി നിയമം? ഈ പൗരത്വ ഭേദഗതി നിയമത്തെ കോൺഗ്രസ് ശക്തിയായി എതിർത്തില്ല. അതുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം വിരുദ്ധരാണ് എന്നാണ് CPM പറയുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ടും കോൺഗ്രസും CPM-ഉം BJP-യും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഭരണകക്ഷി CPM-ഉം പ്രതിപക്ഷം കോൺഗ്രസുമാണ്, പ്രധാന പ്രതിപക്ഷം. അപ്പോൾ മുസ്ലിം വോട്ട് ആർക്ക് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു തർക്കമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പ്രശ്നവും അല്ലെങ്കിൽ സാർവദേശീയ രംഗത്ത്, ആഗോള രംഗത്തുണ്ടാകുന്ന ഏതൊരു സംഭവവും കേരളത്തിലെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ദുരുപയോഗിക്കാൻ ഇരു മുന്നണികളും ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പം CAA പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അടർത്തിയെടുത്തുകൊണ്ട് UDF-ന് കിട്ടുന്ന വോട്ട് CPM അടിച്ചു മാറ്റാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പരാതി. നേരത്തെ ഗാസയിലെ പ്രശ്നം ഏറ്റെടുത്ത് റാലി നടത്തിയത് ആരൊക്കെയാണ്? ഒരു ഭാഗത്ത് CPM നടത്തി, മറുഭാഗത്ത് മുസ്ലിം ലീഗ് നടത്തി. അപ്പോൾ മുസ്ലിം ലീഗ് നടത്തിയ പരിപാടിയിൽ CPM-മാരെ വിളിക്കുന്നത് സംബന്ധിച്ചായിരുന്നു തർക്കം, അല്ലെങ്കിൽ CPM പരിപാടിയിൽ ലീഗുകാർ പോകുന്നതിനെ കുറിച്ചായിരുന്നു കോൺഗ്രസിന് തർക്കം. അപ്പം അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലോ രണ്ട് സമൂഹങ്ങൾ തമ്മിലോ ഉള്ള പ്രശ്നമാണെങ്കിൽ പോലും വോട്ടിന് വേണ്ടി ദുരുപയോഗിക്കാൻ ശ്രമിച്ച രണ്ട് മുന്നണികളും ഇപ്പോൾ പരസ്പരം ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കോൺഗ്രസ് പറയുന്നതിൽ അല്പമൊക്കെ കാര്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങൾക്കെതിരാവുക? അപ്പോൾ കോൺഗ്രസ് സത്യത്തിൽ അതിനാണ് മറുപടി പറയേണ്ടത്, അല്ലാതെ ഞങ്ങളെക്കാൾ കൂടുതൽ വർഗീയ പ്രീണനം CPM നടത്തുന്നു എന്നല്ല പറയേണ്ടത്. കാരണം എല്ലാവർക്കും അറിയാം, 2019 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. അത് ഇന്ത്യയുടെ പ്രസിഡന്റ് അംഗീകരിച്ചാണ്. ഇപ്പോൾ അതിന് ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഈ ചട്ടപ്രകാരം ഇത് പൗരത്വം നിഷേധിക്കുന്നതിനുള്ള നിയമമല്ല, മറിച്ച് പൗരത്വം നൽകുന്നതിനുള്ള നിയമമാണ്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഇന്ത്യ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുകയും ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ രൂപീകരിക്കുന്നു. ആ പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭരണാധികാരികൾ തമ്മിലുള്ള ധാരണയാണ് ഇരുപക്ഷത്തും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ളത്. ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് പാകിസ്ഥാൻ രൂപീകരിച്ചത്. പക്ഷേ പാകിസ്ഥാൻ എന്ന ഭൂവിഭാഗത്ത് ജീവിക്കുന്ന ഹിന്ദുക്കൾ അവരവിടെ തന്നെ തുടർന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മതിയായ സംരക്ഷണം നൽകാമെന്നും അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകാമെന്നും അവരുടെ യാതൊരു വിവേചനവും കാണിക്കില്ലെന്നും ഉറപ്പ് നൽകിയതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഉറപ്പ് നൽകിയ ആ ഉറപ്പുകൾ ലംഘിക്കപ്പെടുകയും പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ 23% നിന്ന് 2.3% കുറയുകയും ചെയ്ത സമയത്താണ് പലരും അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവിടെയാണ് പൗരത്വ നിയമത്തിൻ്റെ പ്രസക്തി. അങ്ങനെ മതപരമായ പീഡനം അനുഭവിക്കുന്ന, പെർസിക്യൂഷൻ അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതിൽ ഹിന്ദുക്കൾ പെടും, ക്രിസ്ത്യാനികൾ പെടും, പാർസികൾ പെടും, ജൈനന്മാർ പെടും, ബുദ്ധന്മാർ വരും, ബൗദ്ധമതവിശ്വാസികൾ വരും. അങ്ങനെയുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിനകത്തുള്ള ചില ഇളവുകളാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ വരുത്തിയിരിക്കുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ ഒരാൾക്ക് പൗരത്വം നേടുന്നതിനുള്ള തടസ്സങ്ങളുമല്ല. രണ്ടാമത്തെ കാര്യം, അത് ഇന്ത്യയിലെ നിലവിലുള്ള പൗരന്മാരുടെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ടതല്ല, പുറത്തുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് വർഗീയതയുള്ളത്? അപ്പോൾ ഇത് നേരത്തെ തന്നെ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ധാരണയാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. ആ ധാരണ ലംഘിക്കപ്പെടുന്ന സമയത്ത് അവിടുന്ന് പലായനം ചെയ്ത് വന്ന ന്യൂനപക്ഷങ്ങൾക്ക്, മതപരമായ പീഡനം അനുഭവിച്ചവർക്ക് പരിരക്ഷ നൽകേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം പരിഹരിക്കുക മാത്രമാണ്. അതിനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പം CPM-ൻ്റെ ആക്ഷേപം പൗരത്വ ഭേദഗതി നിയമത്തെ ശക്തിയായിട്ട് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ എതിർത്തിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് പിണറായി വിജയൻ്റെ പാർട്ടി പറയുന്നത്. ഇതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്.
അപ്പോൾ സത്യത്തിൽ കോൺഗ്രസും CPM-ഉം ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ CPM അത് കുറച്ചുകൂടി ശക്തമായി അവതരിപ്പിക്കുന്ന സമയത്ത് കോൺഗ്രസ് അവർ മതപരമായ വോട്ട് പിടിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത്. ഇതാണ് ശശി തരൂരും VD സതീശനും ആരോപിച്ചത്. പക്ഷേ സത്യത്തിൽ ഇത് തന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നതും CPM ചെയ്യുന്നതും. ഇത് തന്നെയാണ് ഹമാസിൻ്റെ പേരിലും അവർ നടത്തുന്നത്. ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തെ കേരളത്തിൽ മതപരമായ വൈരം ഇളക്കി വിടാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. കാരണം മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങളും പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമില്ല. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ടത് വിഷയമേ അല്ല. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ താമസിച്ച പൗരത്വം കൊടുക്കുന്നതിനുള്ള നിരവധി നടപടിക്രമങ്ങളുണ്ട്. അതല്ലാതെ അഭയാർത്ഥികളായിട്ട് മതപരമായ പീഡനം വന്ന ആളുകളിൽ പിന്നെ 2014 ഡിസംബർ 31 മുമ്പ് വന്ന ആളുകൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. അപ്പോൾ ആ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്ന CPM-ഉം കോൺഗ്രസും ഇപ്പോൾ അതിനെ വർഗീയമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്പരം ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം മലപ്പുറത്ത് വെച്ച് പിണറായി വിജയൻ പറഞ്ഞത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഈ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും പൗരത്വ ഭേദഗതി നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കേരളത്തിലെ വോട്ടർമാരും പൗരത്വ ഭേദഗതി നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കേരളത്തിൽ പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയാൻ പിണറായി വിജയന് യാതൊരു അർഹതയില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ അത് വോട്ട് നേടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ തടയുന്നില്ലല്ലോ, ഞാൻ തടയുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ ഇത് ഒരു മുസ്ലിം വോട്ട് നേടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇതിനെയാണ് ശശി തരൂരും VD സതീശനും എതിർക്കുന്നത്. പക്ഷേ അവരും അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. അത് പല ഘടകങ്ങളും അതിനകത്തുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ള ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നു, പ്രധാനമന്ത്രിയാവും എന്ന് പറയുന്നു. ആ സമയത്ത് ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ വൻതോതിൽ CPM-ന് വോട്ട് ചെയ്തുകൊണ്ടാണ് CPM ജയിച്ചത്. അപ്പോൾ ഇപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ആർക്ക് കിട്ടണം എന്നുള്ളൊരു മത്സരമാണ് CPM-ഉം കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ മൗലികമായ സ്പിരിറ്റിനെതിരാണ്. കാരണം മതപരമായി വോട്ട് പിടിക്കുന്നതും അതിനുവേണ്ടി മതപരമായ ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവരുന്നതും തെറ്റാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. പക്ഷേ ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതും പിണറായി വിജയൻ ചെയ്യുന്നു എന്ന് VD സതീശനും ശശി തരൂരും ആരോപിക്കുന്നതും. ഇപ്പോൾ ശശി തരൂർ ഒരു പടി കൂടി കടന്ന് CPM-ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും യാതൊരു റോളും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റകത്തുണ്ട്. അപ്പം ഈ രണ്ടുപേരും തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത് മതത്തെ ദുരുപയോഗിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ്. ഇത് രണ്ടുപേരും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതേ കാര്യം CPM തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിൽ ബഹളം കൂട്ടുന്ന കോൺഗ്രസ് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് എന്താ ചോദ്യം ചെയ്യാത്തത് എന്നുള്ളത്. അങ്ങനെ ഒരു മുസ്ലിം ഹിന്ദു തർക്കം ഉണ്ടാക്കി മുസ്ലിങ്ങളെ വോട്ട് നേടാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ ചോദ്യം. അപ്പം കോൺഗ്രസ്സിന് എല്ലാ വോട്ടും വേണം. വടക്കേ ഇന്ത്യയിൽ പോയാൽ ഹിന്ദുക്കളുടെ വോട്ടും വേണം. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു മതപരമായ രീതിയിൽ ഇതിനെ വേർതിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അപ്പം കോൺഗ്രസ് നേതൃത്വവും CPM നേതൃത്വവും ഇതിനകത്ത് പിന്മാറണം. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് പിണറായി വിജയൻ ചെയ്തത്. കാരണം വർഗീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയത ഇളക്കിവിടുന്ന ഒരു പ്രസംഗമാണ് പിണറായി വിജയൻ സത്യത്തിൽ നടത്തിയത്. കാരണം പൗരത്വ ഭേദഗതി നിയമത്തിന് ഇന്ത്യയിലെ പൗരന്മാരായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇന്ത്യയിൽ ഒരു മതവുമായിട്ട് ബന്ധമില്ല, ഇന്ത്യൻ മുസ്ലിങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സുരക്ഷയായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഒരു വർഗീയ വികാരം ഇളക്കി വിടുന്നു എന്നുള്ളത് പ്രതിപക്ഷം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം ഈ ദേശീയ മുന്നണിയിലെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളാണ് CPM-ഉം കോൺഗ്രസും. അപ്പം ഈ ഇന്ത്യ മുന്നണി വോട്ട് കിട്ടാൻ വേണ്ടി മതപരമായ വികാരം ഇളക്കി വിടുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പം ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം പോലും എന്താണ് ഒരു മതവിഭാഗത്തിനെതിരാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് നേടാനുള്ള തന്ത്രമാണ്. ആ തന്ത്രം CPM ചെയ്യുന്നു എന്ന് തന്നെ കോൺഗ്രസ് പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നിലപാട് തെറ്റാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിനെ എന്തെങ്കിലും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതപരമായ വിടവ് ഉണ്ടാക്കാതിരിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കേണ്ടത്.
കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.